ഇൻഷുറൻസ് കമ്പനീസിൻ്റെ ഫൈനൽ അക്കൗണ്ട്സിൽ ആദ്യം നമ്മൾ തയ്യാറാക്കിയത് റവന്യൂ അക്കൗണ്ടാണ്. അതിനുശേഷം വരുന്നതാണ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ അതിൻ്റേതായ ഫോർമാറ്റുണ്ട്. ആ ഫോർമാറ്റിൽ ഫോം ABS എന്നാണ് ആ ഫോർമാറ്റിന് പറയുന്നത്. അത് അനുസരിച്ചിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ബാലൻസ് ഷീറ്റിൽ 5 മുതൽ 15 വരെയുള്ള ഷെഡ്യൂളുകളാണ് നമ്മൾ എഴുതുക. ഇപ്പോൾ റവന്യൂ അക്കൗണ്ടിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഷെഡ്യൂൾ എഴുതുമ്പോൾ 1, 2, 3, 4 ഈ 4 ഷെഡ്യൂളുകൾ റവന്യൂ അക്കൗണ്ടിൽ കാണിക്കുമ്പോൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന ഷെഡ്യൂളുകൾ 5 മുതൽ 15 വരെയുള്ള ഷെഡ്യൂളുകളാണ്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്, അതായത് ഇൻഷുറൻസ് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സിലെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് ഈ രീതിയിൽ ആണ്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ഇവിടെ 2 പ്രധാനപ്പെട്ട ഹെഡുകളാണ് വരുന്നത്. അതിൽ ആദ്യത്തെ ഹെഡ് എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് ഫണ്ട് ആണ്. രണ്ടാമത്തെ മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. അങ്ങനെ പറയുമ്പോൾ സാധാരണ നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ലയബിലിറ്റി എമൗണ്ട്, അസറ്റ് എമൗണ്ട് എന്നാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതുക. അതിന് പകരമായിട്ട് ഇവിടെ എഴുതുന്ന ഇവരുടെ ഫോർമാറ്റ് പ്രകാരം എങ്ങനെയാണ് നമ്മൾ എഴുതുക. അപ്പോൾ 2 മെയിൻ ഹെഡുകളാണ് ഉള്ളത്. ആദ്യത്തെ ഹെഡ് സോഴ്സസ് ഓഫ് ഫണ്ടും രണ്ടാമത്തെ ഹെഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അതായത് ഇങ്ങനെ പറയുമ്പോൾ ഈ സോഴ്സസ് ഓഫ് ഫണ്ടിൻ്റെ ടോട്ടൽ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൻ്റെ ടോട്ടലുമായിട്ട് ഈക്വൽ ആക്കണം. അതാണ് പ്രത്യേകത. അപ്പോൾ സാധാരണ ബാലൻസ് ഷീറ്റ് 2 സൈഡും ഒരേപോലെ വരണം, ഈക്വലായിട്ട് വരണം, ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും. ഇവിടെയും അതേപോലെ തന്നെയാണ്. സോഴ്സസ് ഓഫ് ഫണ്ടിൽ എത്രയാണ് ടോട്ടൽ വരുന്നത് എങ്കിൽ ആ ടോട്ടൽ തന്നെയായിരിക്കും ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൻ്റെ ടോട്ടലും വരേണ്ടത്. അപ്പോൾ ഇവിടെ 5 മുതൽ 15 വരെയുള്ള ഷെഡ്യൂളുകളാണ് ഉള്ളത് എന്നതാണ് പ്രത്യേകത. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ആദ്യം നമ്മൾ എഴുതുന്നത് സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന് പറയുന്ന ഹെഡിങ് ആണ്. അതിന് താഴെ നമ്മൾ എഴുതേണ്ടത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് എഴുതുക. അപ്പോൾ സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് മെയിൻ ഹെഡിങ് ആണ്. അതിന് താഴെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഐറ്റം എഴുതുക. ഇനി അതിൽ വരുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നമ്മൾ ആദ്യം എഴുതുന്നത് ഷെയർ ക്യാപിറ്റൽ ആണ്. ഷെയർ ക്യാപിറ്റൽ 5ാമത്തെ ഷെഡ്യൂളാണ്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതിയിട്ട് നേരെ ഷെഡ്യൂളിന് താഴെയായിട്ട് 5 എന്ന് എഴുതുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം റവന്യൂ അക്കൗണ്ടിൽ പറഞ്ഞ പ്രകാരം തന്നെ ഒരു ഷെഡ്യൂൾ എഴുതി കഴിഞ്ഞാൽ ഉടനടി തന്നെ നമ്മൾ ഒരു നോട്ട് തയ്യാറാക്കണം, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു നോട്ട്. അങ്ങനെ പറയുമ്പോൾ ഷെയർ ക്യാപിറ്റലിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്, ഈ ഐറ്റംസ് എല്ലാം കാണിക്കുന്ന ഒരു നോട്ട് അല്ലെങ്കിൽ ഷെഡ്യൂൾ നമ്മൾ ഇതിന് ശേഷം ഈ ബാലൻസ് ഷീറ്റ് താഴെ ഓപ്പൺ ചെയ്ത് എടുക്കുക. എന്നിട്ട് ആ ഷെയർ ക്യാപിറ്റൽ നോട്ടിൽ അല്ലെങ്കിൽ ഷെഡ്യൂളിൽ എത്ര എമൗണ്ട് ആണ് വന്നത് എങ്കിൽ ആ എമൗണ്ട് ഷെയർ ക്യാപിറ്റൽ ഷെഡ്യൂൾ നമ്പർ 5 എന്ന് എഴുതിയതിൻ്റെ നേരെ ആ എമൗണ്ട് എഴുതുക. അതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ 5ാമത്തെ ഷെഡ്യൂളാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഏതൊക്കെ ഐറ്റം വന്നാലും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു നോട്ട് തയ്യാറാക്കി ആ നോട്ടിൽ ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതണം. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഇതിന് നേരെ കൊണ്ടുവരണം. ഇനി അടുത്ത താഴെ വന്നിരിക്കുന്നത് റിസർവ്സ് ആൻഡ് സർപ്ലസസ് ആണ്. റിസർവ്സ് ആൻഡ് സർപ്ലസസിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് അത് ഓരോന്നും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസസിൽ നമ്മൾ പറഞ്ഞ പ്രകാരം അത് 6ാമത്തെ ഷെഡ്യൂൾ ആണ്. അപ്പോഴും 6ാമത്തെ ഷെഡ്യൂൾ ആയതുകൊണ്ട് ഷെഡ്യൂളിൻ്റെ ഒരു നോട്ട് സെപ്പറേറ്റ് ആയിട്ട് തയ്യാറാക്കണം. ആ നോട്ടിൽ നമുക്ക് ടോട്ടൽ എത്രയാണ് കിട്ടുന്നത് ആ എമൗണ്ട് റിസർവ്സ് ആൻഡ് സർപ്ലസസിന് നേരെ കൊണ്ടുവരിക. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു സബ് ടോട്ടൽ എടുക്കുന്നുണ്ട്. ഷെയർ ക്യാപിറ്റലിൻ്റെയും റിസർവ്സ് ആൻഡ് സർപ്ലസസിൻ്റെയും, അതായത് 5ാമത്തെ ഷെഡ്യൂളിൻ്റെയും 6ാമത്തെ ഷെഡ്യൂളിൻ്റെയും ഒരു സബ് ടോട്ടൽ നമ്മൾ എടുക്കുന്നു. അത് എമൗണ്ട് കോളത്തിൽ കാണിക്കും. അപ്പോൾ ഇവിടെ സബ് ടോട്ടൽ എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസസ് ആണ്. 5ാമത്തെ ഷെഡ്യൂളും 6ാമത്തെ ഷെഡ്യൂളും തമ്മിൽ എന്ത് എമൗണ്ട് ആണ് വന്നിരിക്കുന്നത് ആ എമൗണ്ട് ആണ് നമ്മൾ സബ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് കോളത്തിൽ കാണിക്കുക. ഇനി അതിന് താഴെ വരുന്നത് ബോറോവിങ്സ് ആണ്. ബോറോവിങ്സ് എന്ന് പറയുന്നത് 7ാമത്തെ ഷെഡ്യൂൾ ആണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രകാരം തന്നെ ബോറോവിങ്സിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് ഒരു ഷെഡ്യൂൾ ഓപ്പൺ ചെയ്യുക. അതിൽ ബോറോവിങ്സുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഐറ്റംസ് ആണ് വന്നതെങ്കിൽ അത് ഓരോന്നും എഴുതുക. അത് ആ എമൗണ്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് ബോറോവിങ്സിന് നേരെ കൊണ്ടുവരിക. പിന്നെ നമ്മൾ എഴുതുന്നത് പോളിസി ഹോൾഡേഴ്സ് ഫണ്ട് ആണ്.
അത് സാധാരണ ഉണ്ടാവാറില്ല, പക്ഷെ ഒരു ഫോർമാറ്റ് ആയതുകൊണ്ട് ഇവിടെ ഒരു ഐറ്റം പറയുമ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പോളിസി ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എഴുതേണ്ട സ്ഥലമാണ് ഇത്. അതായത് ബോറോവിങ്സിന് ശേഷം അവിടെ ഷെഡ്യൂൾ ഇല്ല എങ്കിലും ബോറോവിങ്സിന് ശേഷം പോളിസി ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് എഴുതിയിട്ട് ആ എമൗണ്ട് കോളത്തിൽ കാണിക്കുക. ഇനി എഴുതേണ്ടത് സബ് ടോട്ടൽ ആണ്. സബ് ടോട്ടൽ എന്ന് പറയുമ്പോൾ ബോറോവിങ്സും പോളിസി ഹോൾഡേഴ്സ് ഫണ്ടും എത്രയാണ് വന്നത് എങ്കിൽ ആ എമൗണ്ട് ആണ് ഇവിടെ സബ് ടോട്ടൽ എന്ന പേരിൽ കാണിക്കുക. അപ്പോൾ അവിടെ സബ് ടോട്ടൽ എന്ന് പറഞ്ഞ എമൗണ്ട് കാണിക്കും. ഇനി കാണിക്കുന്നത് ഫണ്ട് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ ആണ്. ഫ്യൂച്ചർ അപ്രോപ്രിയേഷന് വേണ്ടിയിട്ട് ഫണ്ടുകൾ മാറ്റി വെച്ചിട്ടുണ്ട് എങ്കിൽ ആ എമൗണ്ടും എത്രയാണെങ്കിൽ അത് എമൗണ്ട് കോളത്തിൽ കാണിക്കണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടോട്ടൽ എടുക്കണം. അപ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ ആദ്യം വന്നിരിക്കുന്ന ഷെയർ ക്യാപിറ്റലും റിസോഴ്സും കൂടി ആഡ് ചെയ്തിരിക്കുന്ന സബ് ടോട്ടൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ബോറോവിങ്സും പോളിസി ഹോൾഡേഴ്സ് ഫണ്ടും കൂടി ഇരിക്കുന്ന ഒരു ടോട്ടൽ സബ് ടോട്ടൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ഫണ്ട് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷനും ഉണ്ടായിരിക്കും. ഇത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് കിട്ടുന്നു അതാണ് ഇവിടുത്തെ മെയിൻ ടോട്ടൽ ആയിട്ട് കാണിക്കുന്നത്. ആ ടോട്ടലാണ് സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ആദ്യത്തെ ഭാഗം ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പറഞ്ഞത്. സോഴ്സസ് ഓഫ് ഫണ്ട് എന്നാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇവിടെ കാണിക്കുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് ഫണ്ടിൽ വരുന്നത് ഷെയർ ക്യാപിറ്റൽ 5ാമത്തെ ഷെഡ്യൂള്, റിസർവ്സ് ആൻഡ് സർപ്ലസസ് 6ാമത്തെ ഷെഡ്യൂള്, ബോറോവിങ്സ് 7ാമത്തെ ഷെഡ്യൂള്. പോളിസി ഹോൾഡേഴ്സ് ഫണ്ട് സാധാരണ വരാറില്ല. ഇനി വന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എഴുതുക. പിന്നെ ഫണ്ട് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ, ഇത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് അത് നമ്മൾ എമൗണ്ട് കോളത്തെ 2 അടിവരയോടുകൂടി എഴുതണം. അതിന് നമ്മൾ മെയിൻ ടോട്ടൽ ആയിട്ടാണ് അതിനെ അംഗീകരിക്കുന്നത്. ഇനി സോഴ്സസ് ഓഫ് ഫണ്ട് അവിടെ കഴിഞ്ഞു, ഒരു സൈഡ് കഴിഞ്ഞു. ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ അവിടെ ഹെഡിങ് നമ്മൾ എഴുതുന്നത് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്നാണ് എഴുതുന്നത്. അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് ഈ കാര്യങ്ങളാണ്. അതായത് 8 മുതൽ 15 വരെയുള്ള ഷെഡ്യൂളുകളാണ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ വരുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ ഏറ്റവും ആദ്യം വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് 8ാമത്തെ ഷെഡ്യൂൾ ആണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ പോലെ തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള നോട്ട് അല്ലെങ്കിൽ ഷെഡ്യൂൾ ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് വന്നത് എങ്കിൽ അത് ഓരോന്നും ആ നോട്ടിൽ എഴുതുക, അതിൻ്റെ ടോട്ടൽ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് 8ാമത്തെ ഷെഡ്യൂള് ആ എമൗണ്ട് നമ്മൾ അങ്ങോട്ട് കാണിക്കുക. ഇനി അടുത്തത് ലോൺസ് ആണ്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ 9ാമത്തെ ഷെഡ്യൂളിലാണ് കാണിക്കുന്നത്. 9ാമത്തെ ഷെഡ്യൂളിൻ്റെ ഒരു നോട്ട് അല്ലെങ്കിൽ ഷെഡ്യൂൾ ഓപ്പൺ ചെയ്തിട്ട് ലോണുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ അതിൽ കാണിക്കുക, നോട്ടിൽ കാണിക്കുക. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 9ാമത്തെ ഷെഡ്യൂളിൽ ലോൺസ് കാണിക്കുന്നു. ഇനി കാണിക്കുന്നത് ഫിക്സഡ് അസറ്റ്സ് ആണ്. ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഫിക്സഡ് അസറ്റ്സുകൾ ഉണ്ടാകാം. അതായത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി പോലെയുള്ള ഫിക്സഡ് അസറ്റ്സുകൾ. ആ ഫിക്സഡ് അസറ്റുകൾ 10ാമത്തെ ഷെഡ്യൂളിലാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ഫിക്സഡ് അസറ്റുകളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് എങ്കിൽ അത് ഓരോന്നും ഷെഡ്യൂളിൽ അല്ലെങ്കിൽ നോട്ടിൽ നമ്മൾ ആഡ് ചെയ്ത് എടുക്കുക. അത് ഈ ഫിക്സഡ് അസറ്റിനെ നേരെ എമൗണ്ട് കോളത്തിൽ കാണിക്കുക. ഇനി പറയുന്നത് കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് ഫിക്സഡ് അസറ്റ് ആണ് ആദ്യം എഴുതിയത്. ഇനി വരുന്നത് കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഷെഡ്യൂളുകളാണ് കറണ്ട് അസറ്റിൽ വരുന്നത്. അതായത് ക്യാഷും ഉണ്ട്, അഡ്വാൻസസും ഉണ്ട്. ക്യാഷ് അറ്റ് ബാങ്ക്, അത് ക്യാഷ് ഇൻ ഹാൻഡ്, ഇതേപോലുള്ള ഐറ്റംസ് തന്നിട്ടുണ്ടെങ്കിൽ അത് 11ാമത്തെ ഷെഡ്യൂളാണ് കാണിക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു നോട്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ ക്യാഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ എഴുതുക, അത് ആഡ് ചെയ്യുക. അത് ക്യാഷ് ഷെഡ്യൂൾ നമ്പർ 11 നേരെ കൊണ്ടുവരിക. അടുത്തത് അഡ്വാൻസസ് ആണ്. ആ അഡ്വാൻസസ് എടുക്കുക. അഡ്വാൻസസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 12ാമത്തെ ഷെഡ്യൂളിലാണ് നമ്മൾ കാണിക്കുക. 12ാമത്തെ ഷെഡ്യൂളിൽ എന്ന് എഴുതിയിട്ട് അഡ്വാൻസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആഡ് ചെയ്യുക, അതിങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യത്തെ ഭാഗത്ത് വരുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് 8ാമത്തെ ഷെഡ്യൂൾ, ലോൺസ് 9ാമത്തെ ഷെഡ്യൂൾ, ഫിക്സഡ് അസറ്റ് 10ാമത്തെ ഷെഡ്യൂൾ, കറണ്ട് അസറ്റിലാണ് 2 ഷെഡ്യൂളുകൾ വരുന്നത്, ക്യാഷും അതേപോലെ അഡ്വാൻസസും. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് സബ് ടോട്ടൽ എ എന്നാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അതായത് 8, 9, 10, 11, 12 ഇത്രയും ഷെഡ്യൂളുകൾ നമ്മൾ ആഡ് ചെയ്ത് എമൗണ്ട് കോളത്തിൽ ഒരു എമൗണ്ട് കാണിക്കും. ആ എമൗണ്ടിന് പറയുന്ന പേര് സബ് ടോട്ടൽ എ എന്നാണ് പറയുന്നത്. ഇനി അതിന് താഴെ എഴുതുന്നത് കറണ്ട് ലയബിലിറ്റീസ് ആണ്.
എഴുതിയ ഫോർമാറ്റ് പ്രകാരം ആദ്യം ഫിക്സഡ് അസറ്റ്, പിന്നെ കറണ്ട് അസറ്റ്, ഇനി എഴുതുന്നത് കറണ്ട് ലയബിലിറ്റീസ് ആണ്. കറണ്ട് ലയബിലിറ്റീസ് 13ാമത്തെ ഷെഡ്യൂളിലാണ് കറണ്ട് ലയബിലിറ്റീസ് കാണിക്കുക. അപ്പോൾ 13ാമത്തെ ഷെഡ്യൂളിൽ കറണ്ട് ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യം, പ്രൊവിഷൻസ്, കറണ്ട് ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത് എങ്കിൽ അത് 13ാമത്തെ ഷെഡ്യൂളിൽ എഴുതുക. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ ഇങ്ങോട്ട് നേരെ കൊണ്ടുവരിക, ഈ എമൗണ്ട് കോളത്തിൽ എഴുതുക. അടുത്തത് പ്രൊവിഷൻസ് ആണ്. പ്രൊവിഷൻസ് എല്ലാം 14ാമത്തെ ഷെഡ്യൂളിലാണ് കാണിക്കുക. അപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊവിഷൻസിൻ്റെ ഒരു ഇത് ഷെഡ്യൂൾ ഓപ്പൺ ചെയ്തിട്ട് അതെല്ലാം അതിൻ്റെ ടോട്ടൽ ചെയ്യുക. ആ ടോട്ടലുകൾ ഈ പറയുന്ന പ്രൊവിഷൻസിനെ നേരെ കൊണ്ടുവരിക. ഇനി നമ്മൾ എഴുതുന്നത് സബ് ടോട്ടൽ ബി എന്നാണ്. ഇവിടെ സബ് ടോട്ടൽ ബി എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റീസും പ്രൊവിഷനും അത് രണ്ടും കൂടിയുള്ള ടോട്ടൽ, അതായത് 13ാമത്തെ ഷെഡ്യൂളും 14 ഷെഡ്യൂളും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സബ് ടോട്ടൽ ബി എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് നോക്കുക. ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്, ആദ്യത്തെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ അങ്ങനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കണമൊന്നുമില്ല, കാരണം 3 തരത്തിലുള്ള ഷെഡ്യൂളുകൾ മാത്രമേ ഉള്ളൂ. ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് 8, ലോൺസ് 9, ഫിക്സഡ് അസറ്റ്സ് 10, കറണ്ട് അസറ്റിൽ വരുന്ന ക്യാഷ് 11, അഡ്വാൻസസ് 12. ഇത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സബ് ടോട്ടൽ എ എന്നാണ് അതിനെ പറയുന്നത്. ഇനി രണ്ടാമത് എഴുതുമ്പോൾ കറണ്ട് ലയബിലിറ്റി 13, പ്രൊവിഷൻസ് 14. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സബ് ടോട്ടൽ ബി എന്നാണ് പറയാം. അപ്പോൾ സബ് ടോട്ടൽ എയും സബ് ടോട്ടൽ ബിയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അതിന് താഴെ എഴുതേണ്ടത് നെറ്റ് കറണ്ട് അസറ്റ് ആണ് നമ്മൾ എഴുതുക. നെറ്റ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയ സബ് ടോട്ടൽ എയിൽ നിന്ന് സബ് ടോട്ടൽ ബി കുറയ്ക്കുമ്പോൾ എത്ര എമൗണ്ട് കിട്ടുന്നു ആ എമൗണ്ടിനെയാണ് ഇവിടെ അതായത് ഇവിടെ സി, അതായത് നെറ്റ് കറണ്ട് അസറ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നെറ്റ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് സബ് ടോട്ടൽ എ മൈനസ് സബ് ടോട്ടൽ ബി, ഇത്രയും ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. എന്നിട്ട് നമ്മൾ എഴുതേണ്ടത്, അപ്പോൾ അത് അവിടെ ഒരു എമൗണ്ട് കിട്ടിയിരിക്കും. എന്നിട്ട് പിന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് മിസ്സലേനിയസ് എക്സ്പെൻഡിച്ചർ ആണ്. മിസ്സലേനിയസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 15ാമത്തെ ഷെഡ്യൂളിലാണ് മിസ്സലേനിയസ് എക്സ്പെൻഡിച്ചർ കാണിക്കുക. അപ്പോൾ ആ മിസ്സലേനിയസ് എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എഴുതണം 15 എന്ന് പറഞ്ഞ് എഴുതാം, മിസ്സലേനിയസ് എക്സ്പെൻഡിച്ചർ നമ്മൾ കാണിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ ഇനി നമ്മൾ ടോട്ടൽ എടുക്കുമ്പോൾ നെറ്റ് കറണ്ട് അസറ്റും അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, ലോൺ, ഫിക്സഡ് അസറ്റ്സും ഇത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ, മിസ്സലേനിയസ് എക്സ്പെൻസസും ഇത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിലാണ് കൂടുതലായിട്ട് ഷെഡ്യൂൾ വരിക. അതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇൻവെസ്റ്റ്മെൻറ്റ് 8, ലോൺസ് 9, ഫിക്സഡ് അസറ്റ് 10, കറണ്ട് അസറ്റിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ട്, ക്യാഷുമുണ്ട്, അഡ്വാൻസസും ഉണ്ട്. കറണ്ട് ലയബിലിറ്റി 13, പ്രൊവിഷൻസ് 14, അതേപോലെ തന്നെ മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ 15. ഇത് ആഡ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് കിട്ടിയ സോഴ്സസ് ഓഫ് ഫണ്ടിൻ്റെ ടോട്ടലും ഇപ്പോൾ കിട്ടിയ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൻ്റെ ടോട്ടലും ഈക്വൽ ആയിട്ട് വരണം, കാരണം ബാലൻസ് ഷീറ്റ് ആയതുകൊണ്ട്. ഈ രീതിയിലാണ് ഇത് നമ്മൾ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ റവന്യൂ അക്കൗണ്ട്, ഇൻഷുറൻസ് കമ്പനികളുടെ റവന്യൂ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ 4 ഷെഡ്യൂളുകൾ മാത്രമേ അവിടെ ഉള്ളൂ. 1, 2, 3, 4 ഷെഡ്യൂളുകൾ മാത്രം. പക്ഷേ ഇൻഷുറൻസ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ഇവിടെ 5 മുതൽ 15 വരെയുള്ള ഷെഡ്യൂളുകളാണ് നമ്മൾ എഴുതേണ്ടത്. ഈ പറയുന്ന ഓരോ ഷെഡ്യൂളുകളും ഏതിലൊക്കെയാണ് വരുന്നത് എന്ന് കൃത്യമായി നമുക്ക് അറിയണം, എങ്കിലും നമുക്കിത് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ ഇതിന് ഇങ്ങനെ പഠിച്ചാൽ മതി. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന 5ാമത്തെ ഷെഡ്യൂള്, റിസർവ്സ് ആൻഡ് സർപ്ലസസ് എന്ന് പറയുന്നത് 6ാമത്തെ ഷെഡ്യൂൾ, ബൊറോവിങ്സ് 7, ഇൻവെസ്റ്റ്മെൻറ്റ് 8, ലോൺസ് 9, ഫിക്സഡ് അസറ്റ് 10, കറണ്ട് അസറ്റിനെ 2ആയി സ്പ്ലിറ്റ് ചെയ്തിട്ട് ക്യാഷ് 11, അഡ്വാൻസസ് 12, കറണ്ട് ലയബിലിറ്റീസ് 13, പ്രൊവിഷൻസ് 14, മിസ്സലേനിയസ് എക്സ്പെൻഡിച്ചർ 15. ഈ രീതിയിലാണ് ഇവിടെ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസിൻ്റെ ബാലൻസ് ഷീറ്റ്, അങ്ങനെ പറയുമ്പോൾ ഫൈനൽ അക്കൗണ്ട്സിൽ വരുന്നതാണ് റവന്യൂ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ്. ഇത് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുക.